ഈ നവരാത്രിക്ക് നമുക്ക് വീട്ടിൽ വരുന്ന ഗസ്റ്റിനൊക്കെ ഒന്ന് ഞെട്ടിച്ചാലോ, ഇതുപോലൊരു വെറൈറ്റി ഡ്രിങ്ക് കൊടുത്തിട്ട്. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് എൻജ്യൂസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ ജ്യൂസുകളാട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു മൂടിയുള്ള എന്തെങ്കിലും ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ലെമണും പിന്നെ കുറച്ച് മിൻറ്റ് ലീഫും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ഇടിച്ച് പരത്തിയിട്ട് ആ ലെമണിൻ്റെ ജ്യൂസൊക്കെ പുറത്ത് വരുന്ന പോലെ ഇടിച്ച് പരത്തണം കേട്ടോ. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഞാൻ നമ്മുടെ എൻജ്യൂസിൻ്റെ ഗുവാവ ജ്യൂസും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ഷേക്ക് ചെയ്യുന്നുണ്ട്. അതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആകുന്നത് വരെ ഒന്ന് ഷേക്ക് ചെയ്തെടുക്കാം. പിന്നെ വേറൊരു പാത്രത്തിൻ്റെ അകത്ത് കുറച്ച് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ സെർവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസിൻ്റെ മേലെ കൂടെ ഇങ്ങനെ ലെമൺ ആക്കിയ ശേഷം ഇതുപോലെ ആക്കിയെടുക്കുക. ഇതൊക്കെ കാണാനൊരു ലുക്കിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് ആ ഗ്ലാസിൻ്റെ അകത്തേക്ക് കുറച്ച് ലെമൺ സ്ലൈസും പിന്നെ കുറച്ച് മിൻറ്റ് ലീഫും കൂടെ ഇട്ടിട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഗുവാവ മിക്സും കൂടെ ചേർത്ത് പിന്നെ അതിൻ്റെ അകത്തേക്ക് എന്തെങ്കിലും ഒരു ഫിസി ഡ്രിങ്ക് ആഡ് ചെയ്യണം. അത് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് എൻജ്യൂസിൻ്റെ തന്നെ ആപ്പിൾ ജ്യൂസാണ്. അതും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മുളകും ഉപ്പും കൂടെയുള്ള മിക്സിൽ അതും കൂടെ അതിൻ്റെ മേലെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത അടിപൊളി സ്പൈസി ഗുവാവ ആപ്പിൾ ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. പിന്നെ എൻജ്യൂസിൻ്റെ ജ്യൂസ് അടിപൊളി ടേസ്റ്റുള്ള ജ്യൂസുകളാട്ടോ. അപ്പോൾ എനിക്കിത് ഉണ്ടാക്കിയ സമയത്ത് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ ഐസ് ക്യൂബ്സ് ഇടാൻ മറന്നുപോയി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അത് മറക്കാതെ ഇടണേ. അപ്പോൾ ബൈ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.